നമസ്കാരം. ഗണേഷ് കുമാർ ഒരു സംഭവമാണ് എന്ന കാര്യത്തിൽ വിവേകമുള്ള മനുഷ്യർക്കാർക്കും സംശയമുണ്ടാവില്ല. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റു ചില വ്യക്തിപരമായ വിഷയങ്ങളിലുമൊക്കെ പലർക്കും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും നേതാവെന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ ഗണേഷ് കുമാറിനോട് പൊതുസമൂഹത്തിന് മതിപ്പാണ്. ആ മതിപ്പിനനുസരിച്ച് ഉയരാൻ ഗണേശിന് പലപ്പോഴും കഴിയാറുമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ 2.5 വർഷം മന്ത്രിയാകാൻ നിർഭാഗ്യം ലഭിച്ച ഗണേഷ് കുമാർ ആർക്കും വേണ്ടാത്ത ആനവണ്ടി വകുപ്പ് ഏറ്റെടുക്കുമ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് അത് ഗണേഷ് കുമാർ ആയതുകൊണ്ടാണ്. പിണറായിയുടെ ഔദാര്യത്തിൽ മന്ത്രിമാരായ മന്ത്രിസഭയിലെ മറ്റുള്ളവർക്ക് പിണറായിക്ക് വിദൂരതയിൽ പോലും അനിഷ്ടമുണ്ടാവാതിരിക്കാൻ കരുതൽ വേണമെങ്കിൽ ഗണേഷ് കുമാറിന് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ചീറിപ്പാഞ്ഞ് നടക്കാനോ പണമുണ്ടാക്കാനോ ഗണേഷ് കുമാറിന് താല്പര്യമില്ല. ആവശ്യത്തിന് തൻ്റെ പിതാവ് തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മാത്രമല്ല, സിനിമയിലടക്കം ഗണേഷ് കുമാറിനും നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ നിശ്ചയിച്ചുറപ്പിച്ചാണ് ഗണേഷ് അധികാരമേറ്റത്. ഇന്ന് ഗണേഷ് കുമാർ ആദ്യമായി തൻ്റെ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞതും തൻ്റെ വ്യത്യസ്തമായ സ്വപ്നങ്ങളും ആശയങ്ങളുമാണ്. പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും ഇതുവരെ അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല, മന്ത്രി മരുമകൻ ഒഴിച്ചാൽ. കാരണം ആർക്കും അത് പറയാൻ കഴിയില്ല. പിണറായി പറയുന്നത് പോലെ ചെയ്യുക, അതുപോലെ പിണറായിയേക്കാളും മരുമകനേക്കാളും ഒരു പേരല്ലെങ്കിൽ യശസ് ഉണ്ടാവാതിരിക്കുക, ഈ 2 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് മന്ത്രിമാരുടെ അജണ്ട. എന്നാൽ ഗണേഷ് കുമാർ അങ്ങനെ അല്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. അങ്ങനെയായിരുന്നു ആന്റണി രാജു. ഗണേഷ് കുമാർ തെളിയിച്ചിരിക്കുന്നു അങ്ങനെയല്ല. വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഗണേഷ് കുമാർ പറയുന്നു. അദ്ദേഹം പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധേയമാണ്. വ്യാജന്മാരൊന്നും കയറരുത്, കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ, അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റന്മാരും ഒക്കെ നിർത്തണം. ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശയ്ക്ക് വന്നാൽ കേൾക്കത്തില്ല. ആനവണ്ടിയെ ലാഭത്തിലാക്കാൻ അദ്ദേഹത്തിന് ചില പദ്ധതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി അനുവദിച്ചാൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സമഗ്രമായ ഒരു ട്രാൻസ്പോർട്ട് പദ്ധതിയാവും. അതിന് രൂപം കൊടുക്കാൻ എൻ്റെ ആശയം ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് എന്ന മിടുക്കനായ പോലീസ് ഓഫീസറാണെന്ന് ഓർക്കണം. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും. അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് TC ഞാനായിട്ട് അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. 1-2 ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നോടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും. എന്താണ് അദ്ദേഹത്തിന്റെ പദ്ധതി എന്ന് നമുക്കറിയില്ല. പക്ഷേ വലിയ സ്വപ്നത്തോടെയാണ് അദ്ദേഹം ഈ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് വ്യക്തം. അത് നടപ്പിലായാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടെ ഗണേഷ് പറയണമെങ്കിൽ തീർച്ചയായും അതിൽ ചിലതുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം ആനവണ്ടിയെ ശരിയാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് മുറുക്കാൻകട സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് നഷ്ടത്തിന് വേണ്ടി ഓടുന്ന പ്രശ്നമില്ല, ചെലവിനേക്കാൾ വരവുണ്ടാവണം. ചെലവ് കൂട്ടി വരുമാനം കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞത് KSRTCയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ, കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല, അതിനോടൊപ്പം ചെലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു വെറും, ഞാൻ പറഞ്ഞില്ലേ, മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. അത്രയേ ഉള്ളൂ. അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം. അത് ചെയ്ത് കഴിയും. അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും, എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC/ST കോളനിയുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ, അവരെ വണ്ടിയൊന്നും നിർത്തില്ല. ചെറിയ കാര്യങ്ങൾ പോലും ഗണേഷ് കുമാറിന്റെ കണ്ണു പതിയും എന്നതിൻ്റെ തെളിവാണ്. അദ്ദേഹം പറഞ്ഞത് KSRTC വാഹനങ്ങൾ വഴിയിൽ നിർത്തുമ്പോൾ പലപ്പോഴും വഴിയിൽ നിർത്തുന്നിടത്ത് ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, ഇൻസ്പെക്ഷൻ കൊണ്ടുവരുമെന്നതാണ്. അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല, അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു. പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചതിന് ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം. നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി കൊടുക്കൂ. ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം, പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ
KSRTC ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുക്കുകയുള്ളൂ. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇപ്പോൾ KSRTC ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സൗജന്യ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്നിടത്താണ് വണ്ടി നിർത്തുന്നത്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് സൗകര്യങ്ങളില്ല. അതിന് അദ്ദേഹം മാറ്റം വരുത്തുന്നു. ഒരു ടെൻഡർ വിളിക്കുന്ന പോലുള്ള സംവിധാനം കൊണ്ടുവരുന്നു. ആ സംവിധാനത്തിൽ സ്ത്രീകളുടെ സൗകര്യങ്ങൾ നോക്കണമെന്ന് പറയുന്നു. ഒപ്പം അദ്ദേഹം KSRTC ബസ് സ്റ്റാൻഡുകളിൽ സ്ത്രീകൾക്ക് മുലയൂട്ടുന്നത് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറയുന്നത് വലിയൊരു മാറ്റവും വലിയൊരു വിഷനുമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് MLA-മാരും MP-മാരും ഒന്നും പിണങ്ങിയിട്ട് കാര്യമില്ല, ജനപ്രതിനിധികളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല റൂട്ടുകൾ നിശ്ചയിക്കുന്നത്. നമ്മുടെ KSRTCയിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നേതാവിന് വീട്ടിൽ പോകാൻ വേണമെങ്കിൽ ഒരു റൂട്ട് തുടങ്ങുമെന്നതാണ്. അത്തരം റൂട്ടുകളൊക്കെ തിരോധാനം ചെയ്യുകയും KSRTCയെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് പറയുന്നു. ഈ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരു കാര്യമാണ്. അതിനുവേണ്ടി KSRTC MD-യോട് വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MD-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ് യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ഗൗരവത്തോടെ എടുക്കാവുന്ന ഒരു കാര്യമാണ്. KSRTC ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യതയുണ്ട്. അതായത് CSR ഫണ്ട് കൊണ്ടുവരിക. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, പൊതുമേഖലയ്ക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കിറ്റക് സാബുവിൻ്റെ ഒക്കെ മോഡൽ അതാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതം അവർ കിഴക്കമ്പലം പഞ്ചായത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇത്തരത്തിൽ CSR ഫണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ KSRTCക്ക് CSR ഫണ്ട് കൈപ്പറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിയമപരിഷ്കാരം കൊണ്ടുവന്നാൽ അത് വലിയ മാറ്റമാവും. അതിന് ഇൻകം ടാക്സിന്റെ അനുമതി വേണം. ആ ശ്രമം വിജയിച്ചാൽ KSRTCക്ക് പുറം ഫണ്ട് ഒഴുകിയെത്തും. KSRTC രക്ഷിച്ചെടുക്കാൻ എളുപ്പമാകും. അസാധാരണമായ ഒരു നിർദ്ദേശമായി തന്നെയാണ് എനിക്കിത് തോന്നുന്നത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് തീർച്ചയായും KSRTCയുടെ രക്ഷയ്ക്ക് കാരണമാവേണ്ടത്. പക്ഷേ എങ്കിലും ഒരു ചോദ്യം ബാക്കിയാണ്. തൊഴിലാളി യൂണിയൻ ഇതിനോടൊക്കെ എത്രമാത്രം സഹിഷ്ണുത കാട്ടുമെന്നത്. ഗണേഷ് കുമാർ ഈ ഗൗരവമേറിയ വിഷയത്തെ ചെറുതായി കാണുന്നു എന്ന ആശങ്ക എനിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു അവർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷെ അതല്ല അവരുടെ പ്രശ്നം. ശമ്പളവും പെൻഷനും ഉറപ്പായും 1-ാം തീയതി തന്നെ നൽകാമെന്ന് പറഞ്ഞൊരു മാനേജിംഗ് ഡയറക്ടർ KSRTC ഭരിച്ചിരുന്നു, ടോമിൻ തച്ചങ്കരി. അദ്ദേഹത്തെ അവർ ലഡു കൊടുത്താണ് ഓടിച്ചു വിട്ടത്. യൂണിയൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളവും പെൻഷനുമല്ല, അത് പാവപ്പെട്ട കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും മാത്രം ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രശ്നം അവർക്ക് KSRTC എന്ന ആനവണ്ടിയിൽ നിന്നും അടിച്ചു മാറ്റണം. അതിൻ്റെ എല്ലാ ഇടപാടുകളിലും അവർക്ക് കമ്മീഷൻ വേണം. പണിയെടുക്കാതെ കൊടി പിടിച്ചുകൊണ്ട് ജീവിക്കണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഗണേഷ് കുമാറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. അതിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ ദുർമുഖം കാണേണ്ടി വരും. തച്ചങ്കരിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ തിരിച്ചടിയുണ്ടായത് KSRTCയുടെ MD ആയതാണ്. അതുവരെ പിണറായിയുടെ വിശ്വസ്തനായിരുന്ന തച്ചങ്കരിക്ക് കളം വിടേണ്ടി വന്നു. SP റാങ്കിൽ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. ഇതൊരു ഗൗരവമേറിയ വിഷയമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം പിണറായി വിജയനേക്കാളും മരുമകൻ മന്ത്രിയെക്കാളും പേരെടുക്കാൻ പിണറായി സമ്മതിക്കുമോ എന്നതാണ്. എന്തായാലും ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെങ്കിലും എന്തെങ്കിലും ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഇച്ഛാശക്തി ഉള്ളതായി ഉണ്ടല്ലോ എന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കാം.